ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു PSC ബിഗിനേഴ്സ്. ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് കർണാട്ടിക് യുദ്ധങ്ങളെക്കുറിച്ചാണ്. മിക്ക PSC സിലബസുകൾ നമ്മൾ എടുത്തു നോക്കിയാലും അതിൽ വരുന്ന ഭാഗങ്ങളാണ് കർണാട്ടിക് യുദ്ധങ്ങൾ, മൈസൂർ യുദ്ധങ്ങൾ, മറാത്ത യുദ്ധങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ നമുക്ക് എന്താണ് കർണാട്ടിക് യുദ്ധം എന്ന് നോക്കാം. എന്താണ് കർണാട്ടിക് യുദ്ധം പറഞ്ഞാൽ? കർണാട്ടിക് യുദ്ധങ്ങൾ പറഞ്ഞാൽ ഇന്ത്യയിൽ വെച്ച് നടന്ന, ആരൊക്കെ തമ്മിലാണ്? ഫ്രഞ്ചുകാരും ബ്രിട്ടീഷുകാരും തമ്മിൽ ഇന്ത്യയിൽ നടന്ന യുദ്ധങ്ങളെയാണ് കർണാട്ടിക് യുദ്ധങ്ങൾ എന്ന് പറയുന്നത്. പ്രധാനമായി ഈ തമിഴ്നാട് പ്രദേശങ്ങളിലായിട്ട് നടന്ന യുദ്ധങ്ങളാണ് ഈ കർണാട്ടിക് യുദ്ധങ്ങൾ എന്ന് പറയുന്നത്. യൂറോപ്പിൽ നടന്ന ഓസ്ട്രിയൻ പിന്തുടർച്ചാവകാശത്തിന്റെ ഭാഗമായി ഫ്രഞ്ചുകാരും ബ്രിട്ടീഷുകാരും തമ്മിൽ ഇന്ത്യയിൽ വെച്ച് നടന്ന പ്രധാന യുദ്ധങ്ങളാണ് കർണാട്ടിക് യുദ്ധങ്ങൾ എന്ന് പറയുന്നത്. യൂറോപ്പിൽ നടന്ന ഓസ്ട്രിയൻ പിന്തുടർച്ചാവകാശത്തിനെ ചൊല്ലി അവിടെ നടന്ന യുദ്ധത്തിന്റെ ഭാഗമായിട്ട് തന്നെ ഇന്ത്യയിൽ വെച്ച് നടന്ന യുദ്ധങ്ങൾ, ആരൊക്കെ തമ്മിൽ? ഫ്രഞ്ചുകാരും ബ്രിട്ടീഷുകാരും തമ്മിൽ ഇന്ത്യയിൽ വെച്ച് നടന്ന യുദ്ധങ്ങളാണ് കർണാട്ടിക് യുദ്ധങ്ങൾ എന്ന് പറയുന്നത്. കർണാട്ടിക് യുദ്ധങ്ങളുടെ വർഷം എപ്പോഴാണെന്ന് ചോദിച്ചാൽ 1746. നമുക്കറിയാം 1947 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയത്. അപ്പോൾ ഒന്ന് ഇങ്ങോട്ട് കുറയ്ക്കുക, 46 47 1700 1746 മുതൽ 1763 വരെയാണ്. എപ്പോൾ മുതലാണ്, എപ്പോഴെയാണ്? 1746 ടു 1763 വരെയായിരുന്നു കർണാട്ടിക് യുദ്ധങ്ങളുടെ കാലഘട്ടം എന്ന് പറയുന്നത്. അപ്പൊ എത്ര കർണാട്ടിക് യുദ്ധങ്ങളാണ് നടന്നിട്ടുള്ളത് എന്ന് ചോദിച്ചാൽ 3 കർണാട്ടിക് യുദ്ധങ്ങളാണ് നടന്നിട്ടുള്ളത്. ഒന്നാം കർണാട്ടിക് യുദ്ധം, രണ്ടാം കർണാട്ടിക് യുദ്ധം, മൂന്നാം കർണാട്ടിക് യുദ്ധം. ഒന്നാം കർണാട്ടിക് യുദ്ധം നടന്നത് എപ്പോൾ മുതലാണെന്ന് ചോദിച്ചാൽ 1746 മുതൽ 48 വരെയാണ്. 2 വർഷ കാലയളവാണ്. 1746 ടു 48 വരെ. രണ്ടാം കർണാട്ടിക് യുദ്ധം നടന്നത് 1749, അതായത് ഒരു കൊല്ലം കഴിഞ്ഞതും വീണ്ടും രണ്ടാം കർണാട്ടിക് യുദ്ധം നടന്നു. 49 ടു 54 വരെ, ഏകദേശം 5 വർഷ കാലയളവോളം ഉണ്ട്. 1749 മുതൽ 1754 വരെയാണ് രണ്ടാം കർണാട്ടിക് യുദ്ധം നടന്നത്. മൂന്നാം കർണാട്ടിക് യുദ്ധം നടന്നത് 1758 മുതൽ 1763 വരെയാണ്. 1758 ടു 1763 വരെയാണ്. അപ്പൊ സ്റ്റാർട്ടിങ് 1746 അവസാനം 1763 നമുക്ക് നോക്കാം എന്താണ് ഒന്നാം കർണാട്ടിക് യുദ്ധം എന്ന്. യൂറോപ്പിലുണ്ടായ ആംഗ്ലോ ഫ്രഞ്ച് യുദ്ധത്തിന്റെ പരിണിത ഫലമായിരുന്നു ഈ യുദ്ധം എന്ന് പറയാം. നമ്മൾ പറഞ്ഞു യൂറോപ്പിൽ എന്താണ് ഉണ്ടായത്? ഓസ്ട്രിയൻ പിന്തുടർച്ചാവകാശത്തിന്റെ ഭാഗമായി ഫ്രഞ്ചുകാരും ബ്രിട്ടീഷുകാരും തമ്മിൽ ഇന്ത്യയിൽ വെച്ച് നടന്ന യുദ്ധമാണ് കർണാട്ടിക് യുദ്ധം എന്ന്. അതാണ് അപ്പോൾ ഒന്നാം കർണാട്ടിക് യുദ്ധത്തിന്റെ കാരണം അതന്നെയാണ്. യൂറോപ്പിലുണ്ടായ ആംഗ്ലോ ഫ്രഞ്ച് യുദ്ധത്തിന്റെ പരിണത ഫലമായിരുന്നു ഈ യുദ്ധം. എന്നാൽ ഇന്ത്യയിൽ പ്രധാനമായിട്ടും എന്താണെന്ന് പറഞ്ഞാൽ, ഇന്ത്യയിലെ വ്യാപാര കുത്തക ഈ ഒന്നിലെ ഫ്രഞ്ചുകാര് ബ്രിട്ടീഷുകാര് രണ്ടുപേർക്കും പിടിച്ചെടുക്കാനും വേണ്ടിയിട്ടായിരുന്നു ഇന്ത്യയിൽ പ്രധാനമായിട്ടും ഈ യുദ്ധം നടന്നിട്ടുള്ളത്. 1746 മുതൽ 1748 വരെയായിരുന്നു ഒന്നാം കർണാട്ടിക് യുദ്ധത്തിന്റെ കാലഘട്ടം എന്ന് പറയുന്നത്. ഇതിന് പ്രധാന കാരണമായിരുന്നത് ഇന്ത്യയിലെ വ്യാപാര കുത്തക ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും, അതായത് ഇന്ത്യയിലെ വ്യാപാര കുത്തകക്കായിട്ട് ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിൽ നടന്ന മത്സരമാണ്. അപ്പോൾ ഒന്നാം കർണാട്ടിക് യുദ്ധത്തിന് മെയിൻ കാരണം എന്ന് പറയുന്നത് ഈ ഇന്ത്യയിലെ വ്യാപാര കുത്തകയ്ക്ക് വേണ്ടിയിട്ടുള്ള ഈ 2 പേരുടെയും, ബ്രിട്ടീഷുകാരുടെയും ഫ്രഞ്ചുകാരുടെയും തമ്മിലുള്ള മത്സരമായിരുന്നു. അത് കൂടാണ്ട് വേറൊരു കാരണമായിട്ടുണ്ടായത് യൂറോപ്പിലുണ്ടായിരുന്ന ആംഗ്ലോ ഫ്രഞ്ച് യുദ്ധവും കൂടിയാണ്. അപ്പൊ കാലഘട്ടം 1746 മുതൽ 1748 വരെയാണ്. ഒന്നാം കർണാട്ടിക് യുദ്ധത്തിൽ ഫ്രഞ്ച് കമാൻഡർ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ ഡൂബ്ലെ ആയിരുന്നു. അപ്പൊ കർണാട്ടിക് യുദ്ധത്തിൽ ഓർത്തു വെക്കേണ്ടത് 1 ഡൂബ്ലെയും 2 റോബർട്ട് ക്ലൈവുമാണ്. ഡൂബ്ലെ വന്നിട്ട് ഫ്രഞ്ച് ഗവർണറും റോബർട്ട് ക്ലൈവ് വന്നിട്ട് ബ്രിട്ടന് നേതൃത്വം നൽകിയവരുമായിരുന്നു. അപ്പോൾ ഒന്നാം കർണാട്ടിക് യുദ്ധത്തിൽ ഫ്രഞ്ച് കമാൻഡർ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ ഡൂബ്ലെ ആയിരുന്നു. ബ്രിട്ടന് നേതൃത്വം നൽകിയിരുന്നത് റോബർട്ട് ക്ലൈവ് ആയിരുന്നു. ഒന്നാം കർണാട്ടിക് യുദ്ധത്തിൽ വിജയം വരിച്ചത് ആരാണ് എന്ന് ചോദിച്ചാൽ അത് ഫ്രഞ്ചുകാരാണ്. ഒന്നാം കർണാട്ടിക് യുദ്ധത്തിൽ വിജയം വരിച്ചത് ഫ്രഞ്ചുകാരാണ്. ബ്രിട്ടീഷുകാരെ തോൽപ്പിച്ച് അവരെ കീഴടക്കി? മദ്രാസ് പിടിച്ചെടുത്തു. ബ്രിട്ടീഷുകാരെ തോൽപ്പിച്ച് അവർ മദ്രാസ് പിടിച്ചെടുത്തു. മദ്രാസ് പട്ടണം സ്ഥാപിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ ഫ്രാൻസിസ് ഡേ ആണ്. മദ്രാസ് പട്ടണം സ്ഥാപിച്ചത് ഫ്രാൻസിസ് ഡേ ആണ്. എന്നാൽ ഒന്നാം കർണാട്ടിക് യുദ്ധത്തിന്റെ ഒരു സന്ധി ഉണ്ടായി. എന്താണ്? ആക്സ്ലേ ചാപ്പേൽ സന്ധി ഉണ്ടായി. അത് പ്രകാരം മദ്രാസ് വീണ്ടും ബ്രിട്ടീഷുകാർക്ക് തന്നെ തിരിച്ചു കൊടുത്തു. അപ്പോൾ ആക്സ്ലേ ചാപ്പേൽ ഉടമ്പടി പ്രകാരം
ഫ്രഞ്ചുകാർ പിടിച്ചെടുത്ത മദ്രാസ് വീണ്ടും ആർക്ക് തന്നെ തിരിച്ചു നൽകി? ബ്രിട്ടീഷുകാർക്ക് തന്നെ തിരിച്ചു നൽകി. അതിന് പകരമായിട്ട് ഫ്രഞ്ചുകാർക്ക് അമേരിക്കയിൽ ലൂയിസ്ബർഗിനെ സ്വീകരിച്ചു. അടുത്തത് ഈ ആക്സ്ല ചപ്പേൽ ഉടമ്പടി നടന്നത് 1848 എപ്പോഴാണ്? 1748 അത് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണ്. ആക്സ്ല ചപ്പേൽ ഉടമ്പടി നടന്നത് 1748 നമ്മൾ പറഞ്ഞു യുദ്ധം അവസാനിപ്പിക്കുമ്പോഴാണല്ലോ നമുക്ക് എന്തുണ്ടാവുക? സന്ധി ഉണ്ടാവുക. അപ്പോൾ 1748 ആക്സ്ല ചപ്പേൽ ഉടമ്പടി നടന്നത്. അടുത്തത് രണ്ടാം കർണാട്ടിക് യുദ്ധം. രണ്ടാം കർണാട്ടിക് യുദ്ധത്തിന്റെ കാരണം എന്ന് പറയുന്നത് ഹൈദരാബാദിലും കർണാടകയിലും ഉണ്ടായ പിന്തുടർച്ചാവകാശ തർക്കങ്ങളാണ്. എവിടെയുണ്ടായതാണ്? ഹൈദരാബാദിലും കർണാടകയിലും ഉണ്ടായിരുന്ന പിന്തുടർച്ചാവകാശ തർക്കങ്ങളാണ്. അപ്പൊ ഹൈദരാബാദിൽ എന്താണ് ഉണ്ടായിരുന്നതെന്ന് പറഞ്ഞാൽ ഹൈദരാബാദിന്റെ സ്ഥാപകനായി അറിയപ്പെടുന്ന ആരാണ്? നിസാമുൽ മുൽക്കാണ്. അപ്പൊ ഹൈദരാബാദിലെ നിസാമുൽ മുൽക്ക് മരണപ്പെട്ടു. അപ്പൊ മരണപ്പെട്ട സ്ഥിതിക്ക് മകൻ ഭരണാധികാരിയായി വരുമല്ലോ. അങ്ങനെ വരുമ്പോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് മുസഫിർ ജംഗ്, നാസിർ ജംഗ് എന്നീ രണ്ടു പേർക്കും ഈ അധികാരത്തിന് വേണ്ടിയിട്ടുണ്ടായിരുന്ന ഒരു മത്സരം ഉണ്ടായിരുന്നു. അപ്പൊ ഈ മുസഫിർ ജംഗ് എന്ന് പറയുന്നത് ഹൈദരാബാദ് സ്ഥാപകനായ നിസാമുൽ ജംഗിന്റെ പേരക്കുട്ടിയാണ്. എന്നാൽ നാസിർ ജംഗ് എന്ന് പറയുന്ന ആരാണ്? മകനാണ്. അപ്പൊ ഈ രണ്ടു പേർക്കിടയിലും അധികാരത്തെ ചൊല്ലി തർക്കമുണ്ടായി. അങ്ങനെ ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്യും? ഇവരില് ഒരാളിനെ ബ്രിട്ടീഷുകാര് പിന്താങ്ങി രണ്ടാമത്തെ ആളെ ഫ്രഞ്ചുകാര് പിന്താങ്ങുകയുണ്ടായി. അപ്പോ ഹൈദരാബാദിന്റെ സ്ഥാപകനായ നിസാമുൽ മുൽക്ക് മരണപ്പെട്ടതിനെ തുടർന്ന് 1748 അദ്ദേഹം മരണപ്പെട്ടത്. അപ്പൊ അതിനെ തുടർന്നിട്ട് അവിടെ ഭരണം പിടിച്ചെടുക്കാൻ വേണ്ടി രണ്ടുപേര് തമ്മിൽ ഒരു തർക്കമുണ്ടായി. ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ നാസിർ ജംഗും മുസാഫിർ ജംഗും. അപ്പൊ ആരായിരുന്നു രണ്ടുപേർ? മുസാഫിർ ജംഗും നാസിർ ജംഗുമായിരുന്നു ആ രണ്ടുപേര്. അതിൽ നാസിർ ജംഗ് എന്ന് പറയുന്നത് ആരാണെന്ന് ചോദിച്ചാൽ നിസാമുൽ മുൽക്കിന്റെ മകനാണ്. മുസാഫിർ ജംഗ് എന്ന് പറയുന്നത് പേരക്കുട്ടിയാണ്. അപ്പൊ ഇവർ രണ്ടുപേരിലെയും എന്ത് ചെയ്തു? രണ്ടുപേരും അധികാരത്തിനായിട്ട് നിൽക്കുമ്പോൾ ഒരു കൂട്ടരെ ബ്രിട്ടീഷുകാരും ഒരു കൂട്ടരെ ഫ്രഞ്ചുകാരും സപ്പോർട്ട് ചെയ്തു. അപ്പോൾ നാസിർ ജംഗ്, മകനായ നാസിർ ജംഗിനെ ആരെ സപ്പോർട്ട് ചെയ്തു പറഞ്ഞാൽ അത് ബ്രിട്ടീഷുകാരാണ്. അതുപോലെ പേരക്കുട്ടിയായ മുസാഫിർ ജംഗിനെ ആരാണ് സപ്പോർട്ട് ചെയ്ത് ചോദിച്ചാൽ അത് ഫ്രഞ്ചുകാരാണ്. അപ്പോൾ നാസിർ ജംഗിനെ ബ്രിട്ടീഷുകാരും മുസാഫിർ ജംഗിനെ ഫ്രഞ്ചുകാരും സപ്പോർട്ട് ചെയ്തു. ഇതാണ് ഹൈദരാബാദിൽ നടന്നത്. അപ്പൊ കർണാടകയിലും ഇതുപോലെ അവിടുത്തെ ഭരണാധികാരി മരണപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന്റെ മകനെ മറാഠക്കാര് പിടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അവര് വിടുവിച്ചു. അപ്പൊ അദ്ദേഹത്തിന്റെ നാട്ടിലെത്തിയപ്പോ എന്താണെന്ന് പറഞ്ഞാൽ അവിടെ അൻവറുദ്ദീനാണ് അധികാരത്തിൽ ഇരിക്കുന്നത്. അപ്പൊ ഓട്ടോമാറ്റിക്കലി അദ്ദേഹത്തിന് ചന്ദാ സാഹിബിനെ അത് ഇഷ്ടപ്പെടാതിരിക്കുകയും അദ്ദേഹവും ഭരണം വേണമെന്ന് ആവശ്യപ്പെടുകയും അവർ തമ്മിലൊരു ഭരണത്തിനായി തർക്കമുണ്ടാവുകയും ചെയ്തു. അപ്പോഴും ഇതേപോലെ തന്നെയാണ് ഒരാളിനെ ബ്രിട്ടീഷുകാരും ഒരാളിനെ ഫ്രഞ്ചുകാരും സപ്പോർട്ട് ചെയ്തു. അവിടെ ചന്ദാ സാഹിബിനെയാണ് ഫ്രഞ്ചുകാർ സപ്പോർട്ട് ചെയ്തത്. അൻവറുദ്ദീൻ ഖാനെയാണ് ബ്രിട്ടീഷുകാര് സപ്പോർട്ട് ചെയ്തത്. അപ്പൊ ബ്രിട്ടീഷുകാർ അവിടെ തന്നെ അധികാരത്തിലുള്ള അൻവറുദ്ദീനെ സപ്പോർട്ട് ചെയ്തു. അതുപോലെ നമ്മുടെ ഹൈദരാബാദുള്ള നാസിർ ജംഗിനെ, മകനായ നാസിർ ജംഗിനെയും സപ്പോർട്ട് ചെയ്തു. ഫ്രഞ്ചുകാർ എന്താ ചെയ്തത്? ഹൈദരാബാദിലുള്ള മുസാഫിർ ജംഗിനെയും സപ്പോർട്ട് ചെയ്തു. പേരക്കുട്ടിയായ മുസാഫിർ ജംഗിനെയും സപ്പോർട്ട് ചെയ്തു. അതുപോലെ ചന്ദാ സാഹിബിനെയും സപ്പോർട്ട് ചെയ്തു. അപ്പോ അങ്ങനെയാണ് രണ്ടാം കർണാട്ടിക് യുദ്ധം. ഇവർക്ക് വേണ്ടി എന്നുള്ള ലെവലിലും കൂടിയാണ് രണ്ടാം കർണാട്ടിക് യുദ്ധം നടന്നത്. 1749 മുതൽ 1754 വരെയാണ് രണ്ടാം കർണാട്ടിക് യുദ്ധത്തിന്റെ കാലഘട്ടം എന്ന് പറയുന്നത്. ഈ കാലഘട്ടത്തിൽ ബ്രിട്ടീഷ് സൈന്യത്തെ നയിച്ചത് ആരാണ്? റോബർട്ട് ക്ലൈവ് ആണ്. അപ്പൊ ഒന്നാം കർണാട്ടിക് യുദ്ധത്തിലും രണ്ടാം കർണാട്ടിക് യുദ്ധത്തിലും ബ്രിട്ടീഷ് സൈന്യത്തെ നയിച്ചത് റോബർട്ട് ക്ലൈവ് ആണ്. അപ്പോൾ ഈ രണ്ടാം കർണാട്ടിക് യുദ്ധത്തിൽ ആരാണ് വിജയിച്ചതെന്ന് ചോദിച്ചാൽ ബ്രിട്ടീഷുകാരാണ്. അപ്പോൾ ഒന്നാം കർണാട്ടിക് യുദ്ധത്തിൽ ഫ്രഞ്ചുകാരും രണ്ടാം കർണാട്ടിക് യുദ്ധത്തിൽ ബ്രിട്ടീഷുകാരുമാണ് വിജയിച്ചത്. എന്നിട്ട് ബ്രിട്ടീഷുകാർ എന്താ ചെയ്തു പറഞ്ഞാൽ കർണാടകയിലെ ആർക്കോട്ട് പിടിച്ചെടുത്തു. അപ്പൊ ആദ്യത്തേല് മദ്രാസ്, രണ്ടാമത്തേല് ആർക്കോട്ട്. 1754 പോണ്ടിച്ചേരി ഉടമ്പടിയോടെ സംഘർഷം അവസാനിപ്പിച്ചു. ഇതുമൂലം ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും ഇന്ത്യയിൽ നാട്ടുരാജ്യങ്ങളുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടില്ല എന്ന് തീരുമാനിച്ചു. ഓക്കെ, ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും നാട്ടുരാജ്യങ്ങളുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടില്ല എന്ന് പറഞ്ഞത് ഏത് സന്ധി പ്രകാരമാണ് എന്ന് ചോദിച്ചാൽ ഏത് സന്ധി പ്രകാരമാണ്? പോണ്ടിച്ചേരി സന്ധി പ്രകാരമാണ്. ഏത് യുദ്ധത്തിലാണ്?
രണ്ടാം മൈസൂർ യുദ്ധത്തിലാണ്. എപ്പോഴാണ് നടന്നത്? 1754 ഇതിൽ നോട്ട്സിൽ ചെറിയ ചെറിയ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്, അത് ശ്രദ്ധിക്കണം. അടുത്തത് മൂന്നാം കർണാട്ടിക് യുദ്ധം. മൂന്നാം കർണാട്ടിക് യുദ്ധം എപ്പോഴാണ് നടന്നത് പറഞ്ഞാൽ 1757 മുതൽ 1763 വരെയാണ്. 1757 ടു 1763 വരെയാണ് മൂന്നാം കർണാട്ടിക് യുദ്ധം നടന്നത്. ഇത് എന്ത് പ്രകാരമായിരുന്നു പറഞ്ഞാൽ ഇംഗ്ലണ്ടും ഫ്രാൻസും തമ്മിൽ യൂറോപ്പിലെ 1756 ആരംഭിച്ച സപ്തവത്സര യുദ്ധത്തിന്റെ അനന്തരഫലമായിട്ടാണ് മൂന്നാം കർണാട്ടിക് യുദ്ധം നടന്നത്. അപ്പോൾ സപ്തവത്സര യുദ്ധത്തിന്റെ അനന്തരഫലമായിട്ടാണ് മൂന്നാം കർണാട്ടിക് യുദ്ധം നടന്നത്. 1757 മുതൽ 1763 വരെയായിരുന്നു മൂന്നാം കർണാട്ടിക് യുദ്ധത്തിന്റെ കാലഘട്ടം എന്ന് പറയുന്നത്. മൂന്നാം കർണാട്ടിക് യുദ്ധത്തിലെ ഫ്രഞ്ച് ഗവർണർ കൗണ്ട് ഡി ലാലി ആയിരുന്നു. ആരാണ്? കൗണ്ട് ഡി ലാലി. യുദ്ധത്തിൽ ഫ്രഞ്ചുകാർ സെന്റ് ജോർജ് കോട്ട പിടിച്ചെടുത്തു. പോണ്ടിച്ചേരിയിലെ ചന്ദ്രനഗർ, സെന്റ് ജോർജ് കോട്ട എന്നിവ പിടിച്ചെടുത്തത് ഏതാ വർഷം ചോദിച്ചാൽ 1761 മൂന്നാം കർണാട്ടിക് യുദ്ധ സമയത്താണ്. എന്നാൽ 1763 പാരീസ് ഉടമ്പടിയോടെ മൂന്നാം കർണാട്ടിക് യുദ്ധവും അവസാനിച്ചു. അപ്പൊ നമുക്ക് ആദ്യം ഈ 3 കർണാട്ടിക് യുദ്ധം. ഒന്നാം കർണാട്ടിക് യുദ്ധത്തിൽ എന്താണ് പറഞ്ഞത്? യൂറോപ്പിലുണ്ടായ ആംഗ്ലോ ഫ്രഞ്ച് യുദ്ധത്തിന്റെ പരിണിത ഫലമായാണ് ഒന്നാം കർണാട്ടിക് യുദ്ധം നടന്നത്. 1746 മുതൽ 48 വരെയാണ് ഒന്നാം കർണാട്ടിക് യുദ്ധം നടന്നത്. ഇതിന് പ്രധാന കാരണമായിരുന്നത് ഇന്ത്യയിലെ വ്യാപാര കുത്തക ഒന്നിലെ ബ്രിട്ടീഷുകാർക്ക് അല്ലെങ്കിൽ ഫ്രഞ്ചുകാർക്ക്, ഈ 2 പേർക്കും വേണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് അവർ തമ്മിൽ ഒരു മത്സരം ഉണ്ടായിരുന്നു. ആർക്കാണ് ഈ വ്യാപാര കുത്തക കിട്ടുക എന്ന് പറഞ്ഞിട്ട് ഒരു മത്സരം ഉണ്ടായിരുന്നു. അതും കൂടിയാണ് ഈ കർണാട്ടിക് യുദ്ധത്തിന് നയിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഒന്നാം കർണാട്ടിക് യുദ്ധത്തിലെ ഫ്രഞ്ച് കമാൻഡർ ആയിരുന്നത് ഡൂബ്ലെയും ഒന്നാം കർണാട്ടിക് യുദ്ധത്തിലെ ബ്രിട്ടീഷുകാർക്ക് നേതൃത്വം നൽകിയത് റോബർട്ട് ക്ലൈവ് ആയിരുന്നു. അപ്പൊ ഒന്നാം കർണാട്ടിക് യുദ്ധത്തിൽ ആരാ ജയിച്ചതെന്ന് ചോദിച്ചാൽ അത് ഫ്രഞ്ചുകാരാണ് ജയിച്ചിട്ടുണ്ടായിരുന്നത്. അവരെന്നിട്ട് എന്ത് ചെയ്തു? മദ്രാസ് പിടിച്ചെടുത്തു. പക്ഷേ ആക്സ്ല ചപ്പേൽ ഉടമ്പടി 1758 ആക്സ്ല ചപ്പേൽ ഉടമ്പടി പ്രകാരം ആ മദ്രാസ് അവർക്ക് തിരിച്ചു കൊടുത്തു. അടുത്തത് രണ്ടാം കർണാട്ടിക് യുദ്ധം. രണ്ടാം കർണാട്ടിക് യുദ്ധത്തില് നമ്മൾ കുറച്ച് എക്സ്ട്രാ പേരുകൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഹൈദരാബാദിൽ നിന്ന് ആരുടെ പേരാണ്? നാസിം ജംഗിന്റെയും മുസഫർ ജംഗിന്റെയും. അതുപോലെ കർണാടകയിൽ നിന്ന് നമ്മൾ പഠിച്ചതാണ് ചന്ദാ സാഹിബും അൻവറുദ്ദീനും. അപ്പൊ ഈ 2 ഹൈദരാബാദിലുള്ള നാസിർ ജംഗിനെ പിന്താങ്ങിക്കൊണ്ട് ഈ ബ്രിട്ടീഷുകാരും അതുപോലെ മുസഫർ ജംഗിനെ പിന്തുണങ്ങിക്കൊണ്ട് ഫ്രഞ്ചുകാരും അവർ തമ്മിലുള്ള ഭരണത്തിന് വേണ്ടിയിട്ട് അവർ തമ്മിലുള്ള ആ തർക്കത്തെ ഒരു കൂട്ടരെ പിന്താങ്ങിക്കൊണ്ട് ബ്രിട്ടീഷുകാരിൽ നിന്നോ മറ്റൊരു കൂട്ടരെ പിന്താങ്ങിക്കൊണ്ട് ഫ്രഞ്ചുകാരിൽ നിന്നോ. അതുപോലെ തന്നെയാണ് കർണാടകയിൽ ഉണ്ടായിരുന്നത്. ചന്ദാ സാഹിബിനെ പിന്താങ്ങിക്കൊണ്ട് ഫ്രഞ്ചുകാരും അൻവറുദ്ദീനെ പിന്താങ്ങിക്കൊണ്ട് ബ്രിട്ടീഷുകാരും നിന്നു. അതായിരുന്നു രണ്ടാം കർണാട്ടിക് യുദ്ധം എന്ന് പറയുന്നത്. ആ രണ്ടാം കർണാട്ടിക് യുദ്ധത്തിൽ പക്ഷെ ബ്രിട്ടീഷുകാരാണ് വിജയിച്ചത്. രണ്ടാം കർണാട്ടിക് യുദ്ധത്തിലും ബ്രിട്ടീഷ് സൈന്യത്തെ നയിച്ചത് റോബർട്ട് ക്ലൈവ് ആണ്. 1749 ടു 1754 വരെയാണ് ഇതിന്റെ കാലഘട്ടം എന്ന് പറയുന്നത്. ഇത് പ്രകാരം ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു? കർണാടകയിലെ ആർക്കോട്ട് പിടിച്ചെടുത്തു. അപ്പോ 1754 രണ്ടാം കർണാട്ടിക് യുദ്ധത്തിലുണ്ടായ ഉടമ്പടിയാണ് പോണ്ടിച്ചേരി ഉടമ്പടി എന്ന് പറയുന്നത്. എന്താണ് പോണ്ടിച്ചേരി ഉടമ്പടി എന്ന് പറയുന്നത്? ഈ പോണ്ടിച്ചേരി ഉടമ്പടി പ്രകാരം ഇവർ എന്താണ് സ്വീകരിച്ചതെന്ന് പറഞ്ഞാൽ ഇനി ഒരു ബ്രിട്ടീഷ് നാട്ടുരാജ്യങ്ങളിലും ബ്രിട്ടനോ അല്ലെങ്കിൽ ഫ്രാൻസോ ഇടപെടത്തില്ല, ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടത്തില്ല, അതിൽ നിന്നും വിട്ടുനിൽക്കാം എന്ന് അവർ തീരുമാനിച്ചു. അടുത്തത് മൂന്നാം കർണാട്ടിക് യുദ്ധം. ഇംഗ്ലണ്ടും ഫ്രാൻസും തമ്മിൽ 1756 ആരംഭിച്ച സപ്തവത്സര യുദ്ധത്തിന്റെ പരിണത ഫലമായിട്ടാണ് മൂന്നാം കർണാട്ടിക് യുദ്ധം നടന്നത്. 1757 മുതൽ 1763 വരെ ഇത് മൂന്നാം കർണാട്ടിക് യുദ്ധത്തിന്റെ കാലഘട്ടം എന്ന് പറയുന്നത്. ആ സമയത്ത് ഫ്രഞ്ച് ഗവർണർ ആയിരുന്നത് ആരായിരുന്നു എന്നാണ് പറഞ്ഞത്? കൗണ്ട് ഡി ലാലി ആയിരുന്നു എന്ന് പറഞ്ഞു. മൂന്നാം കർണാട്ടിക് യുദ്ധത്തില് ഫ്രഞ്ചുകാർ സെന്റ് ജോർജ് കോട്ട, പോണ്ടിച്ചേരിയിലെ ചന്ദ്രനഗർ എന്നിവ പിടിച്ചെടുത്തു. 1763 പാരീസ് ഉടമ്പടിയോടെ മൂന്നാം കർണാട്ടിക് യുദ്ധം അവസാനിക്കുകയുണ്ടായി. അടുത്തതാണ് വാണ്ടി വാഷ് യുദ്ധം. വാണ്ടി വാഷ് യുദ്ധം 1760. അപ്പോൾ 1760 വാണ്ടി വാഷ് യുദ്ധം നമ്മൾ പറഞ്ഞു. മൂന്നാം കർണാട്ടിക് യുദ്ധം അവസാനിച്ചത് 1763 എന്ന് പറഞ്ഞു. 1763 വരെയാണ് മൂന്നാം കർണാട്ടിക് യുദ്ധം ഉണ്ടായിരുന്നത് എന്ന് പറഞ്ഞു. ഈ വാണ്ടി വാഷ് യുദ്ധം എന്താണെന്ന് വെച്ചാൽ 1760 വാണ്ടി വാഷ് യുദ്ധത്തോടെയാണ് ഫ്രഞ്ചുകാർ
ബ്രിട്ടീഷുകാരുടെ മുന്നിൽ മൊത്തത്തിൽ പരാജയപ്പെട്ടത്. മൊത്തത്തിൽ അവരെന്ത് ചെയ്തു? പരാജയപ്പെട്ടു. അതുമൂലം എന്തായി? അവർക്ക് ഇന്ത്യയിൽ നിന്ന് തന്നെ അവരുടെ കച്ചവടങ്ങളെല്ലാം അവസാനിപ്പിച്ചിട്ട് തിരികെ പോവേണ്ടി വന്ന യുദ്ധം കൂടിയാണ് വാണ്ടിവാശ് യുദ്ധം എന്ന് പറയുന്നത്. തമിഴ്നാട്ടിലെ ബന്തവാസി എന്ന പട്ടണത്തിൽ വെച്ചിട്ടാണ് ഈ വാണ്ടിവാശ് യുദ്ധം നടന്നത്. ടൈപ്പിംഗ് മിസ്റ്റേക്ക് കുറച്ചുണ്ട്, ഒന്ന് ക്ഷമിക്കുക. തമിഴ്നാട്ടിലെ ബന്തവാസി എന്ന പട്ടണത്തിൽ വെച്ചിട്ടാണ് വാണ്ടിവാശ് യുദ്ധം നടന്നത്. ഈ യുദ്ധത്തിൽ ബ്രിട്ടീഷ് സൈന്യത്തെ സർക്യൂട്ടും ഫ്രഞ്ച് സൈന്യത്തെ കൗണ്ട്രി ലാലിയുമാണ് നയിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ യുദ്ധത്തോടെ എന്തായി? ഫ്രഞ്ചുകാർക്ക് അവരുടെ അധിനിവേശം ഇന്ത്യയിൽ അവസാനിപ്പിക്കേണ്ടി വന്നു. അതാണ് വാണ്ടിവാശ് യുദ്ധം 1760. ഇനി നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങൾ, ഈ മൂന്ന് കാര്യങ്ങൾ പറഞ്ഞു. അതിൽ ഇമ്പോർട്ടൻ്റ് ആയത് ഓൾറെഡി നമ്മൾ പറഞ്ഞു. മൂന്നിലും വരുന്നത് ഈ വർഷങ്ങൾ ഓർത്ത് വയ്ക്കാം. ഒന്നാം കർണാട്ടിക് യുദ്ധം എപ്പോഴാണ്? 1746 മുതൽ 48 വരെ. രണ്ടാം കർണാട്ടിക് യുദ്ധം 49 മുതൽ 54 വരെ. മൂന്നാം കർണാട്ടിക് യുദ്ധം 58 മുതൽ 64 വരെ. അപ്പോൾ 1758 ടു 64 വരെയാണ് മൂന്നാം കർണാട്ടിക് യുദ്ധം നടന്നിട്ടുള്ളത്. അതുപോലെ ഒന്നാം കർണാട്ടിക് യുദ്ധം അവസാനിപ്പിക്കാൻ കാരണമായ ഉടമ്പടി ചോദിച്ചാൽ ആക്സ്ല-ചാപ്ലെ ഉടമ്പടിയാണ് 1748. രണ്ടാം കർണാട്ടിക് യുദ്ധം അവസാനിക്കാൻ കാരണമായ ഉടമ്പടി ഏതാണെന്ന് ചോദിച്ചാൽ പോണ്ടിച്ചേരി സന്ധിയാണ് 1754. മൂന്നാം കർണാട്ടിക് യുദ്ധം അവസാനിപ്പിക്കാൻ കാരണമായ ഉടമ്പടി എന്താണെന്ന് ചോദിച്ചാൽ പാരീസ് ഉടമ്പടിയാണ് 1763. ഇനി ഒന്നാം കർണാട്ടിക് യുദ്ധത്തിന്റെ ഭാഗമായി പിടിച്ചെടുത്തത് ഏതാണ് സ്ഥലം ചോദിച്ചാൽ ഫ്രഞ്ചുകാരാണ് വിജയിച്ചത്. ഒന്നാം കർണാട്ടിക് യുദ്ധത്തിൽ ഫ്രഞ്ചുകാർ വിജയിച്ചു. രണ്ടാം കർണാട്ടിക് യുദ്ധത്തിൽ ബ്രിട്ടീഷുകാർ വിജയിച്ചു. മൂന്നാം കർണാട്ടിക് യുദ്ധത്തിലും ഫ്രഞ്ചുകാരായിരുന്നെങ്കിലും വാണ്ടിവാശ് യുദ്ധത്തോടെ അവർക്ക് ഇന്ത്യയിലുള്ള അധിനിവേശം നിർത്തിയിട്ട് അവർ പൂർണ്ണമായിട്ടും ബ്രിട്ടീഷുകാർക്ക് കീഴടങ്ങേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ ആ വാണ്ടിവാശ് യുദ്ധം നമ്മൾ പഠിച്ചു വെക്കണം. അപ്പോൾ ഒന്നാം കർണാട്ടിക് യുദ്ധത്തിന്റെ ഫലമായിട്ട് ഫ്രഞ്ചുകാർ എന്താ പിടിച്ചെടുത്തത് ചോദിച്ചാൽ മദ്രാസ് ആണ്. എന്നാൽ ഈ ആക്സ്ല-ചാപ്ലെ ഉടമ്പടി പ്രകാരം അവരെന്ത് ചെയ്തു? ആ മദ്രാസ് വീണ്ടും തിരികെ നൽകി. രണ്ടാം കർണാട്ടിക് യുദ്ധത്തിന്റെ ഫലമായിട്ട് ഫ്രഞ്ചുകാരുടെ കയ്യിൽ നിന്നും ബ്രിട്ടീഷുകാർ എന്ത് പിടിച്ചെടുത്തു? ആർക്കോട്ട് പിടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. എന്നാൽ അതും അവരെന്ത് രണ്ടാം കർണാട്ടിക് യുദ്ധത്തിന്റെ ഫലമായിട്ട് ബ്രിട്ടീഷുകാർ ആർക്കോട്ട് പിടിച്ചെടുത്തു. അപ്പോൾ ഒന്നാം കർണാട്ടിക് യുദ്ധത്തിലും രണ്ടാം കർണാട്ടിക് യുദ്ധത്തിലും ബ്രിട്ടീഷുകാരെ നയിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ റോബർട്ട് ക്ലൈവ് ആണ്. മൂന്നാം കർണാട്ടിക് യുദ്ധത്തിൽ എന്താണ് ഉണ്ടായത് പറഞ്ഞാൽ ഫ്രാൻസുകാരെ എന്താണ് പിടിച്ചെടുത്തത്? ഫ്രാൻസുകാര് പോണ്ടിച്ചേരിയിലെ ചന്ദ്രനഗറും സെന്റ് ജോർജ് കോട്ട എന്നിവ പിടിച്ചെടുത്തത് മൂന്നാം കർണാട്ടിക് യുദ്ധത്തിലായിരുന്നു. മൂന്നാം കർണാട്ടിക് യുദ്ധത്തിന്റെ പ്രധാന കാരണം എന്നത് ബ്രിട്ടനും ഫ്രാൻസും തമ്മിൽ നടന്ന സപ്തവത്സര യുദ്ധമാണ്. അപ്പോൾ ഇതിൽ നമ്മുടെ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഇത് മൊത്തത്തിൽ പറയുമ്പോൾ എന്താ പറയുന്നത് പറഞ്ഞാൽ ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും യൂറോപ്പിൽ നടന്ന യുദ്ധത്തിന്റെ അനന്തരഫലമായിട്ട് നമ്മുടെ ഇന്ത്യയിലും ഇവർ തമ്മിൽ നടന്ന യുദ്ധങ്ങളാണ് ഈ കർണാട്ടിക് യുദ്ധങ്ങൾ എന്ന് പറയുന്നത്. അവിടെ അവർ ഭരണത്തിന് വേണ്ടി നടത്തിയ പോലെ തന്നെ ഇവിടെയും ഇന്ത്യയിലുള്ള അധിനിവേശത്തിന് വേണ്ടിയിട്ട്, ഇന്ത്യയിലെ വ്യാപാരിക കുത്തക പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിൽ നടന്ന യുദ്ധമാണ് ഈ കർണാട്ടിക് യുദ്ധം എന്ന് പറയുന്നത്. ഇത് 1746 മുതൽ 1763 വരെയായിരുന്നു ഇതിന്റെ കാലഘട്ടം എന്ന് പറയുന്നത്. 3 കർണാട്ടിക് യുദ്ധങ്ങളാണ് ഉണ്ടായിരുന്നത് പറഞ്ഞു. 1746 ടു 48, 49 ടു 54, 58 ടു 63. ഇതില് 3 ഉടമ്പടികളാണ് ഉണ്ടായിട്ടുള്ളത്. ആക്സ്ല-ചാപ്ലെ ഉടമ്പടി 48. അതുപോലെ അടുത്ത ഉടമ്പടി ഏതായിരുന്നു? പോണ്ടിച്ചേരി ഉടമ്പടി 1754 പോണ്ടിച്ചേരി ഉടമ്പടി 1754 പോണ്ടിച്ചേരി ഉടമ്പടി. അതുപോലെ അവസാനം പാരീസ് ഉടമ്പടി 1763. അങ്ങനെ 3 ഉടമ്പടിയാണ് ഉണ്ടായിരുന്നത്. ആദ്യത്തേതില് ഫ്രഞ്ചുകാർ മദ്രാസ് പിടിച്ചെടുത്തു. രണ്ടാമത്തേല് ബ്രിട്ടീഷുകാര് കർണാടകയിലെ ആർക്കോട്ട് പിടിച്ചെടുത്തു. മൂന്നാമത്തേല് ഫ്രഞ്ചുകാർ തന്നെയാണ് പോണ്ടിച്ചേരിയിലെ ചന്ദ്രനഗറും സെന്റ് ജോർജ് കോട്ടയും പിടിച്ചെടുത്തത്. അപ്പൊ ആദ്യത്തെ 1ഉം 2ലും ഓർത്തിരിക്കേണ്ട പേര് റോബർട്ട് ക്ലൈവ് ആണ്. അതുപോലെ ഒന്നാമത്തേല് ഫ്രഞ്ച് സൈന്യത്തെ നയിച്ചിരുന്നത് ഡൂപ്ലേ ആണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് പറയുന്ന പേരുകൾ, പറയുന്ന വർഷങ്ങൾ എന്ന് പറയുന്നത്. ഏകദേശം എല്ലാ നമ്മൾ ഏതൊരു എക്സാം എടുത്താലും ഇന്ത്യന്റെ
ചരിത്രത്തിൽ ചോദിക്കുന്ന ഭാഗങ്ങളാണ് ഇത്. ഇന്ന് വളരെ ചെറിയൊരു ചാപ്റ്റർ ആയിരുന്നു. അപ്പൊ നമ്മൾ ഈ വർഷങ്ങളും അതിലുള്ള സന്ധികളും മാത്രം ഇതിൽ പ്രധാനമായി ഓർത്തു വെക്കാനുള്ളൂ. പിന്നീട് രണ്ടാം കർണാട്ടിക് യുദ്ധത്തിലാണ് പിന്നെ നമ്മുടെ നാട്ടുരാജ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇരുവശത്തു നിന്ന് ഇവർ പോരാടിയതിനെ കുറിച്ച് പറയുന്നത്. ഓക്കെ, ഇതാണ് ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും അടുത്ത ഒരു ക്ലാസ്സുമായി വരുന്നതായിരിക്കും. ഓക്കെ, ബൈ.